ദൈവം ഇന്ന് നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പറയാമോ? ദൈവഗീത ഇന്ന് തിരിച്ചെന്ന് എനിക്ക് കുടുങ്ങാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? അവിശ്വാസം പറയാൻ പറ്റുമോ? ആരെയും മുടക്കാൻ പറ്റുമോ? ഉപവാസം മുടക്കാൻ പറ്റുമോ? പ്രാർത്ഥന മുടക്കാൻ പറ്റുമോ? ധ്യാനം മുടക്കാൻ പറ്റുമോ? ദൂത് പറയാതിരിക്കാൻ പറ്റുമോ? ദൈവഗീതം അറിഞ്ഞവർ, തിരുഹിതം ബോധ്യപ്പെട്ടവർ, മനസ്സിൽ ദുർബലത പ്രാപിച്ചവർ, നിശ്ചയം പ്രാപിച്ചവർ പറയുന്നു, അവൻ ദൈവഹിതം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കുലുങ്ങുന്നില്ല. ഞാൻ എന്നേക്ക് നിൽക്കുന്ന സീയോൻ പർവ്വതമാണ്. സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ട് അന്യഭാഷ കുറയ്ക്കരുത്, സ്തോത്രം കുറയ്ക്കരുത്, പ്രാർത്ഥന കുറയ്ക്കരുത്, ഫലധ്യാനം കുറയ്ക്കരുത്, ദൂത് കുറയ്ക്കരുത്. ദൈവഹിതം എന്നത് നിശ്ചയം പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ദൈവഹിതം എന്തെന്ന് എപ്പപ്രാത്തോസ് ദൈവഹിതത്തിൽ നിശ്ചയം പ്രാപിച്ചു. അത് പ്രാപിച്ചപ്പോൾ പൗലോസ് എപ്പപ്രാത്തോസിനോട് പറയുന്നു, കുഞ്ഞെ എനിക്ക് മനസ്സിലായി നീ ദൈവഹിതം തിരിച്ചറിഞ്ഞവനാണ്. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഞാൻ ഒരു ചിന്ത അവിടെ വരാം. ഈ കൊലോസ് സഭയ്ക്ക് പുള്ളി ആരാക്കി വെച്ചു? അധ്യക്ഷനാക്കി വെച്ചു. കാര്യം ഈ ലേഖനങ്ങൾ റാണിയാണ്. ആരാ? റാണി എഫേസ്യ ലേഖനം. രാജാവ് ആരാ? കൊലോസ് ലേഖനം. ഈ കൊലോസ് ലേഖനത്തിനകത്ത് പറയുന്നു, ആ കൊലോസ് സഭയുടെ അധ്യക്ഷനായിട്ട് ദൈവം ആരെ ആക്കി? എപ്പപ്രാത്തോസിനാക്കി. ദൈവം പറഞ്ഞ വാക്ക് ഇപ്പൊ മനസ്സിലായോ? ദൈവം ഇതെന്ന് നിന്നെ ആരുമല്ലാതെന്ന് പറഞ്ഞുവിട്ട സ്ഥാനത്ത് നീ ഇപ്പൊ ആരായി മാറി? അധ്യക്ഷനായി മാറി. അത് ദൈവഹിതം. നീ നേതാവായില്ലേ? നീ അഡ്മിനിസ്ട്രേറ്റീവ് ആയില്ലേ? നീ ഭരണാധികാരി ആയില്ലേ? അധികാരസ്ഥനായില്ലേ? നീ ആരുമില്ല എന്ന് നിന്നെ കുറിച്ച് ആദ്യം പറയണം. അവൻ നിന്നെ കുറിച്ച് പറഞ്ഞ് ആരുമെന്ന് പറയണം. പക്ഷെ നിന്നെ കുറിച്ച് അവരങ്ങനെ പറഞ്ഞ് കളിയാക്കി നിന്നെ കുറിച്ച് പരിഹാസം പറഞ്ഞു നിൽക്കുമ്പോഴാണ് നീ ആരും റോക്കറ്റ് പോലെ ഇങ്ങനെ പൊങ്ങി 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 മേഘത്തിലോട്ട് വരുമ്പോഴാണ് അവൻ മനസ്സിലാകുന്നത് ഇതായിരുന്നു ദൈവഹിതമുണ്ട്. അതുകൊണ്ട് രാവിലെ ശോഷിച്ചുകൊണ്ട് ദൈവഹിതം നിശ്ചയമായി ബോധ്യപ്പെടണം. അതുകൊണ്ട് ഈ മാസങ്ങൾ നമുക്ക് ചെറിയ നിരക്കങ്ങളൊക്കെ പറയേ. 8-ാം മാസം ഞെരുക്കം വരും. പക്ഷെ 8-ാം മാസം പൊട്ടനെ പോലെ ജീവിക്കണം, പൊട്ടിയെ പോലെ അല്ലേ സാർ? ഇങ്ങനെ ജീവിക്കണം. എന്ത് വന്നാൽ പറ. എന്ത് പറ്റി? എന്താ കാര്യം? കുറെ വെല്ലുവിളിയുള്ള മാസമാണ്. മനസ്സിനായിട്ട് വല്ലാതെ ഞരപ്പിക്കുന്ന മാസമാണ്. പക്ഷേ ഒരു 9-ാം മാസം വരുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് വായിച്ചേ. 60-ാം സംഘത്തിൽ 1, 61-ാം സംഘത്തിൽ 1, 62-ാം സംഘം 1, 63-ാം സംഘത്തിൽ 1 വായിച്ചേ. മികച്ച എന്റെ ഹൃദയം കേട്ടോ നിലവിളി വന്നു, ഹൃദയം ക്ഷീണിച്ചു വന്നു. അത് ഹൃദയത്തിനകത്ത് വലിയ ഭാരമായി. എന്റെ ഹൃദയം ക്ഷീണിച്ചു. എനിക്ക് നിലവിളിക്കാൻ തക്കവണ്ണം ടെൻഡൻസി ഉണ്ടായി. 62:1 പറഞ്ഞ വാക്ക്, ഞാൻ ദൈവത്തെ നോക്കി അവ ഈ ദിവസം മൗനമായിരിക്കണം. ഒരു പരാതി പറയരുത് കേട്ടോ ആന്റി, ഒരു പരിവ് പറയരുത്. ഈ 8-ാം മാസം ദൈവഹിതം മനസ്സിലാക്കാൻ താല്പര്യമെന്ന് പറഞ്ഞു മൗനമായിരിക്കണം. 63:1 പറയുന്നു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ. അപ്പൊ വെളുപ്പാകാലാകുമ്പോൾ ഒരു 3-4 പാസ്റ്ററേ വിളി കേൾക്കും. അപ്പൊ ആ വിളി കേൾക്കും മനസ്സിലാകും 8-ാം മാസം മൗനമായിരുന്നതിന്റെ തെളിവ്. 9-ാം മാസം പാസ്റ്ററേ എന്ന് വിളിച്ചത് മറുപടിയായി. സ്വതന്ത്ര വിശ്വാസ സ്വതന്ത്രമാണ്. കർത്താവിന് താമസിക്കുന്ന നമുക്ക് ആയുസ് തന്നാൽ
8-ാം മാസം കഴിയുമ്പോൾ ഏത് വരും? ഒരു 9-ാം മാസം വരും. അന്ന് ദൈവഹിത എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകൊണ്ട് കാര്യമരിച്ചു പറയാമോ? അവ ഇന്ന് നമുക്ക് അല്പ ദുഃഖവും നിരക്കും വേദനയും ഭാരവും മനസ്സിലാവുന്നവരെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു വിഷയം കൂടി ഞാൻ അവിടെ ആ വിഷയമായിട്ട് വന്നതുകൊണ്ട് ഹൃദയത്തിൽ ഓടി വന്നു ഞാൻ പറയാം. ഉൽപ്പത്തി പുസ്തകം 12-ന്റെ 2-ാമത്തെ വാക്യം വായിച്ചിട്ട് 10-ാമത്തെ വാക്യം, 26-ന്റെ 1-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും, 42-ന്റെ 1, 43-ന്റെ 1. സ്പീഡായി പോയാ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചതിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. 10-ാമത്തെ വാക്യം, ദേശത്ത് 12:10 ദൈവഹിതം അറിയാതെ പുള്ളിക്ക് എവിടെ കയറി പോയി? മിസ്രയിൽ പോയി. വാഗ്ദത്തം കനാൻ ദേശത്താണ്. കാനാനിലെ വാഗ്ദത്തമുണ്ട്. 6 വാഗ്ദത്തം കൊടുത്തു. പക്ഷെ ദൈവഹിതം അനുസരിച്ച് അവിടെ നിൽക്കുന്നതിന് പകരം തട്ടോശടിക്കാതൊക്കെ അവിടെ കയറി പോയി. അവിടെ പോയിട്ട് സംഭവിച്ച വാക്ക് വചനം അറിയാമെന്നവർക്ക് അറിയാം. എന്ത് വന്നു? പിന്മാറ്റം വന്നു. ഞാൻ പോസിറ്റീവായിട്ട് ആ വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. വലിയ വാഗ്ദത്തം ഉണ്ടെങ്കിൽ കഠിനമായ ക്ഷാമുണ്ടാകും. അപ്പൊ കഠിനമായ ക്ഷാമം അനുഭവിക്കും. ഓർത്തോണം, എന്റെ അകത്ത് കഥ പ്രഖ്യാപിച്ച വാഗ്ദത്തം വലിയ വാഗ്ദത്തമാണ്. ചെറിയ ക്ഷാമം വരുന്നുവെങ്കിൽ ഓർത്തോണം, ചെറിയ വാഗ്ദത്തമാണ്. ക്ഷാമമില്ല, വാഗ്ദത്തമില്ല. അപ്പൊ എന്ത് കണ്ടറിയാം വാഗ്ദത്തം ഉണ്ടോ ഇല്ലയോ എന്നറിയാം. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എന്തെന്ന് പറയാം. അപ്പൻ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അപ്പൻ ക്ഷാമത്ത് കൂടി പോകണം. അത് അബ്രഹാം. ഇത് 26:1 വേഗത്തിൽ ഉൽപ്പത്തി 26:1 മുമ്പിലത്തെ ക്ഷാമം കൂടാതെ അപ്പോ ആരുടെ കാലത്ത് വന്നു? അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്തു, അപ്പൻ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ അപ്പൻ ക്ഷാമത്ത് കൂടെ പോകണം. ഇനി മകൻ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ മകനും ആ ക്ഷാമത്തോടെ എന്ത് ചെയ്യണം? ബുദ്ധിമുട്ടാണോ? ആ കുഞ്ഞിന്റെ ആ പിടപ്പ് കാണുമ്പോ അപ്പനും അമ്മ എന്ത് ചെയ്യും? പിടയ്ക്കും. അപ്പൊ തട്ടിയിട്ട് പറയണം, മോളെ അതല്ല, മോനെ അതല്ല, നീ ഒരു വാഗ്ദത്തം പ്രാപിക്കേണ്ടവളാണ്. വാഗ്ദത്തം പ്രാപിക്കേണ്ടവനായതുകൊണ്ട് കുഞ്ഞ് നീയും കൂടി ആ ക്ഷാമത്തും കൂടി പിടികിട്ടുന്നുണ്ടോ? പഠിച്ചെങ്കിൽ രാമൻ പറഞ്ഞേ. 43:1 വായിച്ചോ വേഗത്തിൽ. യാക്കോബ് അവരോട് മതി. അപ്പൊ അപ്പൻ കൊച്ചുമകന്റെ കാലത്ത് എന്ത് വന്നു? അബ്രഹാമിന്റെ കാലിൽ ക്ഷാമം വന്നു, മോന്റെ കാലിൽ ക്ഷാമം വന്നു. അപ്പൊ അത് മൂന്നാം തലമുറ കൊച്ചുമോന്റെ കാലത്ത്. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഒരു 10 കോടി രൂപ നമ്മുടെ അപ്പൻ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തു. എന്താ? തലമുറ അനുഭവിക്കാൻ 10 കോടി അവിടെ കിടക്കുകയുള്ളൂ. വാഗ്ദത്തം പ്രാപിക്കാൻ തക്കവണ്ണം മക്കൾക്കോ കൊച്ചുമക്കളെ കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ടെങ്കിൽ പൈസ കൊണ്ടൊരിക്കൽ പോലും വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റില്ല. ക്ഷാമം കൊണ്ട് മാത്രം വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റൂ. മനസ്സിലാകുന്നുണ്ടോ? പിന്നീട് രാമൻ പറയാൻ മനസ്സിലാകുന്നുണ്ടോ?
പൈസ കൊണ്ട് മക്കളെ ഇത് പ്രാപിക്കാൻ പറ്റില്ല, വാഗ്ദത്തം തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ക്ഷാമം വന്നിട്ട് വർദ്ധിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഓർത്തോണം, അപ്പഴകാന്റെ കാലത്ത് ക്ഷാമം വന്നു, വാഗ്ദത്തം നിറവേറി. ഇസ്രായേലിന്റെ കാലത്ത് ക്ഷാമം വന്നു, വാഗ്ദത്തം നിറവേറി. യാക്കോബിന്റെ കാലത്ത് എന്ത് വന്നു? ക്ഷാമം വന്നു, നിറവേറി. അതുകൊണ്ടല്ലേ അച്ഛാ നമ്മൾ പ്രാർത്ഥിക്കണം, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ അപ്പന്റെ ദൈവമേ, അപ്പന്റെ മകന്റെ ദൈവമേ, കൊച്ചുമക ദൈവമേ എന്ന് പറഞ്ഞാൽ ക്ഷാമം അനുഭവിച്ചവന്റെ ദൈവം എന്നാണ് വാക്കിന്റെ അർത്ഥം. സ്തോത്രം ചെയ്യാമോ? അച്ഛാ, ദൈവം അബ്രഹാമിനെ ബഹുസമ്പന്നനാക്കിയതല്ലേ, അതിന്റെ ഒരു ഗോതമ്പ് ഇസ്ഹാക്കിന് പ്രാപിക്കാൻ പറ്റിയോ? പറ്റിയ പറ, പറ്റിയ ഈശോ, പറ്റിയോ? പറ. ഒരു വഴിയുമായിട്ട് പോയവനല്ലേ ആരാ? യാക്കോബ്. രണ്ടു കൂട്ടം സമ്പത്ത് കൊണ്ടുവന്നില്ലേ? അതിൽ ഏതെങ്കിലും അവകാശം ഈ 12 മക്കൾക്ക് പ്രാപിക്കാൻ പറ്റിയോ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊക്കെ ഇവിടെ പോയ ഈ സമ്പത്തൊക്കെ? സ്വന്തം ഇതൊക്കെ ഇവിടെ പോയി പിടിയിടുന്നുണ്ട്. ഇതൊക്കെ ഈ സ്വത്തൊക്കെ ഇങ്ങോട്ട് പോയി. അപ്പോഴെ ദൈവത്തെ പഠിച്ചു വാക്ക്, അവരവരെ കാലത്ത് ത്യാഗം സഹിച്ച് അവരവരെ കാലത്ത് എന്ത് ചെയ്യണം? അനുഭവിക്കണം. അല്ല, വീട് ഉണ്ടാക്കിയിട്ട് വാഹനം വാങ്ങിയിട്ട് വസ്തു വാങ്ങിയിട്ട് കുറച്ച് പൈസ ഡിപ്പോസിറ്റ് ബൈ കാണാൻ കേട്ടോ, ഞാൻ പോവുകയാണ്. അപ്പൊ മോൻ പറയാണ്, ഡാഡിയും പപ്പയും അമ്മയും അച്ഛനും ഒക്കെ എനിക്ക് എന്ത് ഉണ്ടാക്കിയിട്ടിരിക്കുന്നു, ഞാൻ അങ്ങ് ഒരു ചേച്ചി കാര്യം ഇട്ട്. വീടുന്നുണ്ടോ? ആര് വാഗ്ദത്തവും അവകാശം പ്രാപിക്കണമോ അവരെ കടമ്പയിൽ കൂടി പോയി പറ്റും. അവിടെ കുഞ്ഞുങ്ങളൊന്ന് പഠിപ്പിക്കണം അച്ഛാ. പറഞ്ഞേ, ഞാന് എന്റെ സാറിന്റെ ഇരിപ്പുണ്ട്, മോൾ അവിടെ ആയിരിക്കുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ മാതാവിരിപ്പുണ്ട്. ഞാൻ എൻ്റെ പിതാവിൻ്റെ വേർപാടിന് ശേഷം അനുഭവിച്ച ത്യാഗത്തിന് കൈ കണക്കില്ല. അതുവരെ സ്വന്തം എൻ്റെ അപ്പന് ഞാനും കൂട്ടുകാരന്മാരെ പോലെ യാത്ര ചെയ്തത്. എനിക്കൊന്നിനും കുറവ് തന്നിട്ടില്ല. എനിക്ക് 2 ഹോട്ടലിലാണ് എനിക്ക് പറ്റിയത്. മനസ്സിലാണോ? ഞാന് സ്കൂളിൽ പോകുമ്പോൾ ചോറ് വിടും. എന്നിട്ട് ഒരു 11:30 മണിയാകുമ്പോൾ ഒരു ഇന്റർവ്യൂ സമയമുണ്ടല്ലോ. ആ സമയത്ത് സ്കൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഹോട്ടലിൽ പോയിട്ട് എനിക്ക് എന്ത് കഴിക്കാം, ആഹാരം കഴിക്കാൻ എൻ്റെ പപ്പ പറഞ്ഞിട്ടുണ്ട് ആ ഹോട്ടലിന്റെ അവസരമുണ്ട്. ഇനി നടന്നു വരുമ്പോൾ ക്ഷീണിക്കുകയാണെങ്കിൽ പണ്ടത്തെ ബോണ്ട എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഏതാ അച്ഛാ, പഴക്കേക്ക്, അതിന് ഇഷ്ടമാണ്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ കാര്യം. ആ ബോണ്ടയും ചായ കുടിക്കാത്തേക്കാണ് എൻ്റെ അപ്പച്ചൻ, എൻ്റെ പപ്പയുടെ പപ്പ വേറെ ഹോട്ടൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മണിയെന്ന്. ഞാൻ പിള്ളേർ കാണിച്ചു കൊടുത്ത ആ ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്. ഹോട്ടലിൽ അത്രയും ലാവിഷായിട്ട് അത്രയും വിശപ്പില്ലാതെയും വളർന്നു വന്ന ഞാൻ, എൻ്റെ അപ്പൻ്റെ വേർപാട് എനിക്ക് എന്തായി, വലിയ വേദനയും വലിയ ശൂന്യതയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. സ്വന്തം പക്ഷേ പിന്നെയാണ് ഞാൻ ക്ലച്ച് പിടിച്ച് ഇത്രയും എത്ര ക്ഷാമത്തിൽ, എത്ര ഇല്ലായ്മയിൽ, എത്ര ദുഃഖത്തിൽ, എത്ര ഒറ്റപ്പെടലിൽ, എത്ര ആഴമേറെ മുറിവിൽ കൂടി സഹിച്ചെന്നറിയാമോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇത്രയും ധൈര്യത്തോടെ പ്രസംഗിക്കുന്നത്? മനസ്സിലാകുന്നുണ്ടോ? 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 ആമേ. 10 ഏക്കർ 80 സെന്റ് വസ്തു ഞാൻ കുടുംബത്തിലുണ്ടായിരുന്നു. ഞങ്ങളുടെ പിതാവ് നല്ലൊരു ഷെയർ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ അപ്പം മരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ 7 സെന്റ് വസ്തു, അത് ആർക്കും വേണ്ട. അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പന്റെ സ്വത്ത് എനിക്ക് ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ശൂന്യമായിട്ടായി പട്ടണത്തിൽ വന്നത്. ഈ ത്രിവാൻഡ്രം പട്ടണം ശൂന്യമായിട്ടാണ് വന്നത്. പക്ഷെ ദൈവം ചെയ്തു നിറച്ചു, ദൈവത്തെ മാനിച്ചു. എന്ന് ഞാൻ പറഞ്ഞ കാര്യം, അപ്പന്റെ വാഗ്ദത്തം അപ്പന്റെ കാലത്തുള്ളതാണ്. മകന്റെ വാഗ്ദത്തം മകന്റെ കാലത്താണ്. കൊച്ചുമക്കളുടെ കാലത്ത് വരുമ്പോൾ കൊച്ചുമക്കളുടെ കൈവശമാക്കണം. കരമരിച്ചില്ല അവരെ ഭരണം അവരവരെ കാലത്ത് അനുഭവിക്കേണ്ട ചില അവരുടെ വിഷമമുണ്ട്, അവരുടെ ഭാരമുണ്ട്. അത് അവരെ അടിമുറിച്ചതിനെ കയറാൻ പറ്റുകയുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് തോന്നും, പാസ്റ്ററെ എൻ്റെ മോളെ വിഷമം കാണാൻ എനിക്ക്. അപ്പൊ തട്ടിയിട്ട് പറഞ്ഞു, അങ്ങനെയല്ല. എൻ്റെ കാലത്ത് ഒരു വാഗ്ദത്തം ഞാൻ പ്രാപിച്ചത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്.
സ്തോത്രം. നിങ്ങളുടെ കാലത്തിൽ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ പപ്പ പോയാൽ അമ്മ പോയാൽ കൂട്ടും കൂടി എനിക്ക് നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾ നോക്കി ഈ ജോസഫിന്റെ നാലത്താം ജോസഫിന് നോക്ക്. ജോസഫിന് അപ്പൻ ഒരു അങ്കി തച്ചു കൊടുത്തു. അത് ഇട്ട് കൊതിൽ നിന്ന് ഊരിലെടുത്തോണ്ട് ആര് പോയി? ഇട്ട അങ്കി പോലും അപ്പവട്ട അങ്കി പോലും പറ ജോസഫിന് നേരെ ഇടാൻ തക്ക ഭാഗ്യം പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ഇസ്രായേലിലേക്ക് ജോസഫ് പോകുമ്പോൾ ആരോ ഔദാര്യം ചെയ്തു കൊടുത്ത് നന്മയുമായിട്ടാണ് പോകുന്നത്. പിടികിട്ടുന്നുണ്ടോ? അപ്പോഴത്തെ അങ്കി പോലെ അവകാശമായില്ല. പക്ഷെ ദൈവം ആ കഷ്ടതയിൽ, ആ വേദനയിൽ, ആ ഒറ്റപ്പെടലിൽ, ആ നിരാശയിൽ തന്റെ ഉള്ളിൽ ദൈവഹിത പറഞ്ഞു. ദൈവഹിത പറഞ്ഞുകൊണ്ട് നിശ്ചയം പ്രാപിച്ചു. നിശ്ചയം പ്രാപിച്ചുകൊണ്ട് അവൻ താനായതുകൊണ്ട് സകല വിശ്വത്തെ അനുഭവിക്കാതായി. ഞാൻ ആ വാക്ക് പറയുമ്പോൾ നിരവധി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആ അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇന്നത്തെ സഭാരനെ കരച്ചിന്റെ സഭാരായി മാറും. അതുകൊണ്ടാണ് ഞാൻ വളരെ ശ്രദ്ധിച്ചത് പലപ്പോഴും സാക്ഷികൾ പറയാത്ത കാര്യം. ഓർത്തോ, നമ്മൾ വന്ന വഴികൾ, ദൈവം നടത്തിയ വിധങ്ങൾ നാം ഇതിനേറെ ഓർത്തു കഴിഞ്ഞാൽ ഈ കടമയും കൂടിയാണ് വന്നു കയറിയത്, ഈ വേദനയും കൂടിയാണ് വന്നു കയറിയത്, ഈ ഭാരത്തിൽ കൂടിയാണ് വന്നു കയറിയത്. പക്ഷെ സ്വർഗ്ഗത്തിലെ കർത്താവ് പറയുന്ന വാക്കുകൊണ്ട് അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം വന്നു, ഇശഹാക്കിന്റെ കാലത്ത് ക്ഷാമം വന്നു, യാക്കോബിന്റെ ക്ഷാമം വന്നു, ജോസഫിന്റെ കാലത്ത് ക്ഷാമം വന്നു. ഈ 4 തലമുറക്കാരുടെ ക്ഷാമം വന്നപ്പോഴെല്ലാം അവർ മാതൃകയുള്ള ഒരു ആത്മീയരാക്കി ദൈവാത്മാവ് കൊടുത്തു. കരഞ്ഞുയർത്തി സ്തോത്രത്തോട് പറയാമോ? ദൈവഹിതത്തെ നിശ്ചയം അവന് ബോധ്യപ്പെടുവാൻ കാരണമായി. അവിടെ ഒന്നും നമ്മൾ അവൻ നിരാശയുടെ ശബ്ദം പറയുന്നത് ഇന്ന് രാവിലെ അന്യഭാഷ മാത്രമേ ദൈവഹിതം എന്താന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് എന്താ സിസ്റ്റർ സവാരയും വേത്തുകാര് ഒരു മൂടമിട്ടായി മാസ്റ്റർ. ഞാൻ കൊതിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പേ ഡ്രസ്സൊക്കെ അയച്ചതൊക്കെ മടക്കി വെച്ചു. പക്ഷെ ഞാനൊരു വിഷയം വന്നപ്പോൾ അന്ന് അതൊരു ഉദ്ദേശമില്ല. അവിടെ പറയണം, ദൈവഹിത എനിക്ക് മനസ്സിലായി, അത് നിറവേറണമെങ്കിൽ എനിക്ക് ക്ഷാമത്തെ കൂടെ ഒന്ന് വായിച്ചേ, ഒരു വാക്കോട് വായിച്ചേ. ഈ ഹബക്കുക്ക് 3:17 ഞാൻ പല ആവർത്തി പ്രസംഗിച്ച് ശബ്ദിച്ചാണ്. 3:17 വായിച്ചിട്ട് 18ാമത്തെ വാക്യമായി 18. നിങ്ങൾ ഒന്നുകൂടെ വാക്കി നോക്കി, എവിടെയെങ്കിലും പ്രവേശിക്ക് വകയുണ്ട് നോക്കി. ഉണ്ടോ? ഉണ്ടാച്ചാ ഉണ്ടോ? ഉണ്ടാച്ചാ ഒന്നുമില്ല. ഹോപ്പ്ലെസ് എന്ന വാക്കാണ്. നമ്മൾ എന്ത് ചെയ്താലും ബുദ്ധിക്കോസം വേണ്ട, ബുദ്ധിക്കോസം വേണ്ട. പോയി ഉള്ളതല്ല പോയി കിട്ടി. എനിക്ക് അവിടെ എന്തെങ്കിൽ ചായ കഴിഞ്ഞു അവരൊക്കെ പിടിച്ചടച്ച് ഒരു ഇഡ്ഡലി തന്നു വിട്ടേക്ക്. ഇപ്പൊ ഇതാ വന്നുകൊണ്ട് പോകുന്നു. സ്വന്തം ഒരു കാര്യം ഓർത്തോളണം. 1:5 വായിച്ച് 1:5 ഹബക്കൂക്ക് 1:5. എന്തെങ്കിലും നഷ്ടപ്പെടുന്നുവെങ്കിൽ വാഗ്ദത്തം കൊടുത്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഉറപ്പിച്ചിട്ടേ ഒരു പരിശോധന. അതാവശ്യം. നിങ്ങളുടെ കാലത്ത് ഞാൻ പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല എന്ന ശ്രേഷ്ഠ വാഗ്ദത്തം കൊടുത്തിട്ടായിരിക്കും ഹോപ്പ്ലെസ് എന്ന പദമായി എല്ലാം നഷ്ടപ്പെടുത്തുന്നത്. ഇനി 18 വാക്യം 3:18 എങ്കിലും നമ്മളാണെങ്കിൽ ഞാൻ ഉൾപ്പെടെ പറയാം. ഞാനും പുറത്ത് മാറിയിട്ടില്ല, നിങ്ങളുടെ ഒപ്പം തന്നെ നമ്മൾ എന്ത് വെച്ചാൽ 17ാമത്തെ വാക്യത്തിൽ ഇല്ല രക്ഷപ്പെടാൻ സാധ്യത. ഞാൻ പ്രവചിച്ചു ഞാൻ പറയാം, അച്ഛൻ തടിക്കും സിസ്റ്ററെ വെയിറ്റ് ചെയ്യും. ഞാൻ പറയാം ഫാസ്റ്റായിട്ട്
ബ്രദർ എന്ത് ചെയ്യും? ഒന്നിനു വേണ്ടി അനുഭവം തരും ബ്രദർ, കുഴപ്പമില്ല. കർത്താവേ തരും, കർത്താവേ. കാര്യം പാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് തരും. പക്ഷെ ഇവിടെ എന്ത് പറയുന്നു? ഞാനെന്ത് പറയും? കാര്യം അങ്ങനെയൊക്കെ ഇതിന് നിൽക്കത്തുള്ളൂ. ദൈവം പറയുന്നുണ്ടായി. പക്ഷെ 18ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവരവന് പറയണം, എങ്കിലും ഞാൻ യഹോവയിൽ. അപ്പൊ അവിടെ തിരിച്ച് ഈ 18ാമത്തെ വാക്യത്തിൽ വന്നിട്ട് എങ്ങോട്ട് പോകണം? 10 നോക്കാം. നോക്കിയിട്ട് പറയാം. സ്റ്റെപ്പ് കയറിയില്ലേ? സ്റ്റെപ്പ് ഇട്ടിട്ട് പുറകോട്ട് നോക്കാം. നോക്കുമ്പോൾ അത്തി, മുന്തിരി, ഒലിവ്, പിന്നെ നിലം, ആട്, പശു, ഈ 6 നിൽപ്പുണ്ട്. ഈ 6 പ്രശ്നം പറഞ്ഞത് ഇല്ല ഇല്ല ഇല്ല, നടക്കാൻ സാധ്യത, രക്ഷപ്പെടാൻ സാധ്യതയില്ല പറഞ്ഞപ്പോൾ ഈ അന്യഭാഷ പറയാൻ തിരിച്ചു വയ്ക്കാൻ പറയാണ്, അത് പോകാൻ പറയാം. വേണ്ടെങ്കിൽ അന്യഭാഷ പറഞ്ഞു, അന്യഭാഷ പറഞ്ഞ് ആലോചിച്ച് തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. അത് വന്നു, അത് പോയി. സ്വോത്രം അല്ലേ? അത് വന്നു. ഈ കഴിഞ്ഞ ദിവസമേ ഈ ഞാൻ കണ്ടൊരു വീഡിയോ, പകുതി ഭാഗം, ഈ ഭാഗം മാത്രമേ ഉള്ളൂ. ഒരാൾ 2 കാലിൽ ഇരിക്കൊണ്ട് എന്ത് ചെയ്യാം? അതിന് ശരീരം ഒന്നും അറിയത്തില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന വാക്ക്, 50 ചില കവർ കൊണ്ട് പോയപ്പോൾ കിഡ്നി കിട്ടി, കരള് കിട്ടി, ശരീരത്തിന് ചില മാംസ കഷ്ണം കിട്ടി. അതിനകത്ത് കവർ ഇട്ടുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നോക്കട്ടെ, എത്ര പ്രതീക്ഷയോടെ വന്നവരെല്ലാം ലെസ്സായി പോയി, നഷ്ടപ്പെട്ടു പോയി. രാവിലെ നടുവ് നിന്നുകൊണ്ട് നമ്മൾ സ്തോത്രം പറഞ്ഞ ദൈവം അനുഭവിക്കുവാൻ തന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ദൈവം നമ്മൾ ഉപയോഗിക്കാൻ തന്നെങ്കിൽ മാത്രമേ ഉപയോഗമാകുന്ന അറിയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവിടെ ആരാധന കുറയ്ക്കരുത്, സ്തോത്രം കുറയ്ക്കരുത്, അന്യഭാഷ കുറയ്ക്കരുത്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തല്ല, മാതാവിൻ്റെ എൻ്റെ മമ്മിയുടെ പ്രായമൊക്കെ അടുത്ത് വരും. അവരെന്നെ വിളിച്ചു ഒരു പാസ്റ്റേ, ഞാൻ അടുത്ത മാസം നാട്ടിലോട്ട് വരിക, സൗദിയിലാണ്, ഞാൻ പരിചയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ആ ജോർജ് ഹാനുമായിട്ട് ഒരു സവാരി എനിക്കിവിടെ വരാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പാസ്റ്റർ ഞാൻ വരാൻ പറഞ്ഞതിന് കാരണം അവിടെ 2 മക്കളുണ്ടായിരുന്നു, മോളും മോനും ഉണ്ടായിരുന്നു. മോള് മരിച്ചു, അറ്റാക്കായിട്ട് എന്തോ സ്വാഭാവിക മരണം സംഭവിച്ചു. അല്ല, ആദ്യം മോൻ മരിച്ചു, മോനാണ് അച്ഛൻ മരിച്ചത്. ആ മോൻ മരിച്ചതിന്റെ പിറ്റേ വർഷം അതേ സെയിം കട്ടിൽ കിടന്നുകൊണ്ട് മോള് മരിച്ചു. ഇത് നല്ല വാർത്തയായ സംഭവമായിരുന്നു. എനിക്കറിയത്തില്ല ഏത് വീടാണ്, ആരറിയത്തില്ല. ഞാൻ ഈ വീട്ടിൽ എൻ്റെ മീറ്റിംഗ് വിളിച്ചു. അവരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ആൻറ്റി ഒരു പാട്ട് പാടാം. വലിയ നല്ല പാട്ടുകാരൻ. കാര്യം ലാസറി മാത്യുവിന്റെ കുടുംബക്കാരുമായിട്ട് വലിയ ബന്ധമുണ്ട്. ചെങ്ങന്നൂർ സഭയുമായിട്ട് ചെങ്ങന്നൂർ ടൗൺ സഭയുടെ മെമ്പേഴ്സാണ്. തനിക്ക് ആ ഒരു ആത്മബന്ധമുണ്ട്. ഞാൻ പറഞ്ഞു ഒരു പാട്ട് പാടാം. ആ പാട്ട് നമ്മുടെ ലാസറി മാത്യുവിന്റെ മകൻ ബെഞ്ചമിൻ മാത്യു, ലാസറി മാത്യുവിന്റെ അമ്മ മരിച്ചപ്പോൾ പൂനെയിൽ നിന്ന് ട്രെയിനിൽ വരുമ്പോൾ അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി അമ്മയെ പാടാൻ തക്കവണ്ണം ട്രെയിനകത്തിരുന്ന് എഴുതിയ പാട്ടാണ്. പക്ഷെ ബെഞ്ചമിൻ മാത്യു പാടാൻ തക്കവണ്ണം വന്നപ്പോൾ പുള്ളിയുടെ നാവ് അങ്ങ് കുഴഞ്ഞു പോയി. കാര്യം അമ്മയുടെ മുമ്പിൽ എങ്ങനെ പാടുന്നത്. അതുകൊണ്ട് ആ പാട്ട് ഈ ആന്റിയുടെ ഇടയ സാധനം കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. എൻ ഭവനം അറിയാമോ? മനോഹരം എന്താനന്ദം സമ്പൂജനം എന്ന വലിയ വിലപ്പെട്ട പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പാട്ട് ഇവിടെ പാടാൻ എനിക്ക് താല്പര്യം, നമുക്ക് പാടാം. അപ്പൊ അവർക്ക് അതിശയായിപ്പോയി. ഞാൻ പാസ്റ്റൊക്കെ ഞാൻ പറഞ്ഞു, ഈ പാട്ട് നെറ്റി കിടപ്പോൾ നല്ല പാട്ടാണ്, ഇത് പാടിയത് സാജനാണ് പാടിയത്. സാജൻ ഇപ്പോഴടുത്ത് ഞാൻ പറഞ്ഞു, സാജന ഇത് ബെഞ്ചമിൻ മാത്യുവിന്റെ പാട്ടാണ്. ബെഞ്ചമിൻ മാത്യു പാടാൻ വന്നപ്പോൾ ലാസറി മാത്യുവിന്റെ അമ്മയുടെ ശവടക്കിൽ പാടാൻ വന്നപ്പോൾ അമ്മയുടെ ശവത്തിന് മുമ്പ് നിന്നുകൊണ്ട് പാടാൻ പഠിച്ചുകൊണ്ട് സാജനെ കൊണ്ട് പാടിപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് പാടാൻ താല്പര്യം തോന്നിയെന്താ? പാസ്റ്റർക്ക് അറിയത്തില്ലേ, എൻ്റെ മോനാണ്
മോളുമാണ് 1 വർഷത്തെ ഗ്യാപ്പിൽ മരിച്ചത്. ഒരു 5-10 മിനിറ്റ് ഞാൻ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം അത് വലിയ വാർത്ത ഉണ്ടാക്കിയ ഒരു വിഷമിക്കപ്പെട്ട സംഭവമായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ആൻറ്റി ഈ ജോർച്ചാനും നല്ല കൂളായിട്ട് എന്ത് ചെയ്യാം എങ്ങനെ നല്ല കൂളായിട്ടിരിക്കുകയാണ്. എനിക്ക് ആകപ്പാട് ഇതായിപ്പോയി. ഞാൻ അവിടെ എന്ത് ആശ്വാസവാക്കോ എന്ത് പറയണം എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ പാട്ടൊക്കെ പാടി ഞാൻ മെസ്സേജ് എടുത്ത് അന്തരീക്ഷം മാറ്റി സ്വന്തം. എങ്കിലും നിങ്ങൾ പറ, ചില നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമല്ല പ്രശ്നം. നമ്മേക്കാൾ അധികം കഠിനമായ പ്രശ്നത്തിൽ കൂടി യാത്ര പുറപ്പെട്ടവർ അവർ പറയുന്ന ഒരു പദങ്ങളും ജീവന വാക്കുകളാണ്. രാവിലെ നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന അന്തരീക്ഷം അറിഞ്ഞോ അറിയാതെ വെളിപ്പെട്ടു വന്നുവെങ്കിൽ അത് യഹോവയുടെ ഹിതമാണ്. ഈ യഹോവയെ സംഭവിച്ചു. ഈ ദൈവഹിതം തിരിച്ചറിയാത്തക്കവണ്ണം നമ്മുടെ അന്തരാത്മാവിലേക്ക് മോക്ഷം വെളിപ്പെട്ടു വന്നു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇതിന് അതിജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് മോക്ഷമാണ്. എന്തിനാ പ്രശ്നം കയറി വന്നത്? 19-ാമത്തെ വാക്യം, അവർ എന്റെ കാല് തുല്യമാക്കി ഉന്നതികളുടെ മേലെ നടക്കുമാറാക്കുന്നു. ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ, ദൈവത്തിന്റെ നിയമം മനസ്സിലാക്കിയാൽ ദൈവമക്കൾ മോക്ഷപ്രദമാക്കാകുന്നു. ദൈവഹിതം മനസ്സിലാക്കിയ പ്രിയപ്പെട്ടവർ അത് എങ്കിലും രക്ഷണീയമായ കഥ യഹോവയെ കഥ എന്റെ ബലമാകുന്നു. അവനെന്റെ കാൽ. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ചില സമ്പന്നന്മാരെയോ ചില നല്ല വീട് പണിതവരെയോ നല്ല വാഹനത്തിൽ പോകുന്നവരെയോ നല്ല ആഹാരം കഴിക്കുന്നവരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്കെന്ത് തോന്നും? ഒരു അസൂയ കുശുമൊക്കെ തോന്നും. നമ്മൾ എങ്ങനെയെങ്കിലും അവരെ ചാക്കിട്ട് സോപ്പിട്ട് അവരെ അടുത്തിരുന്നിട്ട് അച്ഛാ അമ്മാമൻ ഈ ഒരു ഉയർച്ചയിലേക്ക് വരേണ്ട കാരണം എന്ത് ചെയ്യണം? ഒന്ന് തിരക്കുമ്പോൾ അവരെ കണ്ണതി നിറയും, അവർ നാവ് ഇടറും, അവർക്ക് പറയാൻ വിതുമ്പലോടെയായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ ചരിത്രം ഉണ്ടായ ശേഷമാണ് ഈ ഉയർച്ചയിലേക്ക് ഇതാ കാരണമായത്. ചരിത്രം പുറകുണ്ട്. പുറകിൽ ഒരു ശാപവും ഒരു ശൂന്യതയുണ്ട്. ഒരു കുഞ്ഞു സർട്ടിഫിക്കറ്റ് വാങ്ങി നെറ്റോട് ചേർത്ത് വെച്ചിട്ട് കൈകെട്ടി എല്ലാവരും വീഴ്ച കഴിഞ്ഞ കുറെ വർഷമായിട്ട് ഇത് വാങ്ങാത്തക്കവണ ആ കുഞ്ഞു നഷ്ടപ്പെടുത്തിയ ഉറക്കമിപ്പ്, ആരോഗ്യം, അവരുടെ സമയങ്ങൾ എന്തുമാത്രം വില കൊടുത്തിട്ടാണ് ഈ സർട്ടിഫിക്കറ്റ് കാണിക്കുന്ന വാക്ക്. അത് കാണുമ്പോൾ അസുഖപ്പെട്ട കാര്യമുണ്ടോ? കാര്യം ആ കുഞ്ഞ് കാണിച്ച വിലയാകുന്നു അവരുടെ കയ്യിരിക്കുന്ന സർട്ടിഫിക്കറ്റ് വില. ഇനി ആ നോക്കാമോ അവൻ ഏതൊരു വ്യക്തിയുടെ പുറകിൽ ഒരു ഉയർച്ചയുടെ ചരിത്രമുണ്ട്, ഒരു അനുഭവമുണ്ട്. ആ അനുഭവം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഈ രാവിലെ സമയം ക്ഷീണിച്ചു പോകരുത്. ഏതെങ്കിലും മേഖലയ്ക്കകത്ത് നാം തന്നുപോയത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പറയിക്കണം ദൈവഹിതം എന്ന് മനസ്സിലാക്കണം. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം വായിച്ചേ പെട്ടെന്ന്. ദാവീദ് എന്റെ ഹിതമെല്ലാം ചെയ്യുമെന്ന് കർത്താവിന് എന്ത് വന്നു? സ്വതന്ത്രം ചെയ്തേ ബോധ്യം വന്നു. ഇന്ന് രാവിലെ ഈ 8-ാമത്തെ മാസത്തിന്റെ 4-ാം ദിവസം ആദ്യത്തെ സഭാരണിക്ക് വരുമ്പോൾ ദൈവം ചില ഉയർച്ച എനിക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് തരുമെന്ന് ഉറപ്പിക്കുന്ന ദൈവത്തിന് ബോധ്യപ്പെടണം. ദാവീദ് എന്റെ ഹിതം ചെയ്യുമെന്ന് യഹോവയ്ക്ക് ബോധ്യപ്പെടുന്ന പോലെ നമുക്ക് നാം ദൈവഹിതം ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പ് ലഭിക്കത്തക്കവണ്ണം നാം ഒന്ന് ഏൽപ്പിച്ചു നോക്കൂ. നമ്മെ ഉയർത്തിരിക്കുക. കരമരിച്ചത് പറഞ്ഞാട്ട് ഉയർത്തിരിക്കും. ഏതെല്ലാം പ്രശ്നങ്ങൾ എവിടെ കുഞ്ഞുങ്ങൾ തലമുട്ടിയാലും ദൈവഹിതം ഞാൻ കുടുംബം എന്റെ കുഞ്ഞുങ്ങൾ ദൈവസഭയിൽ അവൻ ചെയ്യുക
കർത്താവിന് സ്തോത്രം പറയാം. ഉദാരങ്ങളുടെ ശക്തയാതന അവൻ ദാവീദിന്റെ ഹിതം ചെയ്യും. ദാവീദിന്റെ ഹിതം ചെയ്യും. ദാവീദിന്റെ ഹിതം ചെയ്യുമെന്ന് സ്വർഗ്ഗത്താൽ ബോധ്യപ്പെട്ടതുപോലെ ഇന്ന് രാവിലെ ഞാനും എന്റെ കുടുംബങ്ങളും ദൈവഹിതം ചെയ്യുമെന്ന് ദൈവത്തിന് ഉറപ്പായി കഴിഞ്ഞാൽ അത് തന്നെ നിറവേറുന്നത് സ്വന്തം. ഇത് യഹോവയുടെ ഹിതത്താൽ വന്നു. എന്തു വന്നാലും ദൈവഹിതമെന്ന് മനസ്സിലാക്കണം. ആ നിലയിൽ നമ്മൾ മൈൻഡ് ഒന്ന് പ്രിപ്പറേഷൻ നടത്തി ഒരുക്കപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഏത് പ്രശ്നം വന്നാലും സാത്താൻ വന്ന് നമ്മെ കളിയാക്കി പറഞ്ഞാലും വിട്ടുപോളം പിശാചെ കാര്യം ഇത് യഹോവനിക്ക് എന്ന നിയോഗമാണ്. എനിക്ക് നിശ്ചയമായിട്ടും അത് ബോധ്യപ്പെട്ട കാര്യം. ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഈ മാസത്തെ വെളിപ്പാട് മനസ്സിലായോ? ഇത് യഹോവയാ സംഭവിച്ചു, അത് ദൈവഹിതമാണെന്ന് കാര്യം മനസ്സിലാക്കണം. ഇനി അത് ബോധ്യപ്പെട്ട എപ്പോഴാണ്? കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമുക്കതിനെ കുറിച്ച് അത് യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം. പക്ഷികളുടേതായ യാത്രയെ നമുക്കറിയാമോ? കപ്പൽ സഞ്ചരിക്കുന്ന കപ്പൽ പാത നമുക്കറിയാമോ? എന്നാൽ പല ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റും. കാര്യം ചില ചോദ്യങ്ങൾ നമുക്ക് ഒരിക്കലും മറുപടി കിട്ടുവാനോ കൊടുക്കാനോ കഴിയാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ അതിന്റെ അവസാനമോ അതിവിശേഷതയും അതിമനോഹരമായിരിക്കും. ഒരു വാക്യം കൂടി വായിച്ച് പ്രാർത്ഥിക്കാം. അവയെ വെളിപ്പാട് പുസ്തകം 17 വായിച്ച്. വെളിപ്പാട് 17 വായിച്ച്. 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വേഗത്തിൽ. നിവർത്തി ആകുവോളം നിങ്ങൾ പദം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ വചനം നിവർത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവഹിതം നമുക്ക് ബോധ്യപ്പെടുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് മൗനമായിരുന്നാൽ മതി. കർത്താവിന്റെ ഭയം നിവർത്തിയാകണമല്ലോ. അതിന് അല്പം ഒരു നമ്മൾ ചോദിക്കുക, നമ്മളൊരു ഏത്തക്ക വാഴത്തൈ കൊണ്ട് നടാൻ പോയി. നമ്മൾ അതുകൊണ്ട് നട്ടു. നമ്മളെ പിറ്റേ ദിവസം നമ്മൾ വെട്ടുകത്തി എടുത്തുകൊണ്ട് പോയി കൊല വെട്ടാൻ പോകും? ഓ ഇല്ല, കുഴപ്പത്തില്ല. അതിനൊരു സമയം വെച്ചിട്ടുണ്ട്, മാസം വെച്ചിട്ടുണ്ട്, അതിനൊരു അവകാശം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ അത് നിറവേറത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ചെറിയ കാലഘട്ടം ദൈവം നമുക്ക് ബ്രാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സോടെ പ്രാർത്ഥിച്ചും മെച്യൂരിറ്റി ആകുന്നത് വരെ. നമ്മളൊരു കാശ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ ഡിപ്പോസിറ്റ് ചെയ്യുന്ന കാലം വരെ മെച്യൂരിറ്റി ആകണം. അതിനു മുമ്പിൽ നമ്മൾ വിട്ടോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവകാശത്തിന് സമയമുണ്ട്. ആ സമയം നിറവേറുന്നത് വരെയും അവൻ നമ്മെ സമയോടെ കാത്തിരിക്കും. സ്വർഗസ്ഥനാദൈവം അത് കാര്യം നിവർത്തിക്കും. അത് ഡിപ്പോസിറ്റ് ചെയ്ത പോലെയല്ല വിട്ടോ ചെയ്യുന്നത്. അത് കൂട്ടുപലിശയും അതിനെല്ലാമായ ബെനിഫിറ്റുകളോടുകൂടെ അവൻ നമുക്ക് തിരിച്ചു കിട്ടുന്ന പോലെ ദൈവം നമുക്ക് ദിവസം കഴിയുമ്പോൾ, മാസം കഴിയുമ്പോൾ, വർഷം കഴിയുമ്പോൾ മടക്കി പ്രാപിക്കാൻ പറ്റും. അതുവരെ വെറുപില്ലാതെ അകൽച്ചയില്ലാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തക്കവണ്ണം ഞാൻ ആ വാക്യത്തിന്റെ ഒരു വാക്യം കൂടി വായിച്ചിട്ട് അങ്ങ് പ്രാർത്ഥിക്കാം. എന്റെ ഹൃദയത്തിൽ വന്നുകൊണ്ട് ആ വാക്ക് 22-23 വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 12-22-23 വരെ വായിച്ചെന്നർത്ഥം. ഉറക്കെ വായിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്നാൽ ഈ ശലോമോന്റെ മകനായ യെഹൂദ രാജാവ് രെഹബയാമിനോടും യെഹൂദയുടെയും ബെന്യാമീന്റെ സകലഗൃഹത്തോടും ശേഷം ജനത്തോടും പറയുക, നിങ്ങൾ പുറപ്പെടരുത്, നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുകയും അരുത്. ഓരോരുത്തൻ താന്റെ വീട്ടിലേക്ക് മടങ്ങി പോകുകയും ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു. വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? ഈ ദൈവഹിതം വരെ മൗനമായിരിക്കണം. അല്ലാതെ ആരുടെ കുറ്റവും കൊതിയും അവരാണ് കാരണം, ഇവരാണ് കാരണം എന്ന് പറയുന്നത് സ്വന്തം സഹോദരനോടോ സഹോദരിയുടെ യുദ്ധത്തിനെത്തിയിരുന്നത് പോകരുത്.
ആരെ കുറിച്ച് അവരാണ് കാരണം. ഇതാണ് നോ 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 പറയുന്നത്. ദയവായിട്ട് ഈ ഹിതം ആരാ സംഭവിച്ചു? ദൈവത്താൽ സംഭവിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവഹിതം ഇന്നതെന്ന് ദൈവം മനസ്സിലാക്കി തരും. അതിനാരുടെയും പുറകെ പോയിട്ട് നീയാണ് കാരണം, നീ ശമിച്ചതാണ് കാരണം, നീ എതിർ പ്രാർത്ഥിച്ചതാണ് കാരണം, നീയാണ് നിന്റെ അടിയൊഴുക്ക് എന്നൊന്നും പറയണ്ട. ഈ കാര്യം ആരില സംഭവിച്ചു? ദൈവഹിതത്താൽ സംഭവിച്ചതാണ്. എനിക്ക് അതിനെക്കുറിച്ച് കുറേ വെളിപ്പാട് പറയാനുണ്ട്. ഞാൻ അധികം പ്രസംഗിക്കുന്നില്ല. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ പ്രകർത്താവേ, ഈ 8ാമത്തെ മാസം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിന്മേലും എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും ദൈവഹിതം നിറവേറണം. ദൈവം നിവർത്തിക്ക് ജാഗരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരു ഭാഗത്തും രക്ഷിച്ചു പോകരുത്, ഒരു ഭാഗം ഡൗണായി പോകരുത്. ദൈവഹിതം നിറവേറണം. ആ നിറവേറുന്നവരെയും സഭയോട് നമുക്ക് ഏൽപ്പിച്ചു പറയാൻ കഴിയുന്നത്. അത് നിറവേറുന്നവരെയും സഭയോട് കാത്തിരിക്കാം. അത് നിറവേറും. അത് നിറവേറുമ്പോൾ ഞാൻ കൈകൂട്ടി പ്രാർത്ഥിക്കുന്നു. ഈ നമ്മൾ വായിച്ചത് ഒരു ദാവീദിന്റെ മകനായ ശലോമന്റെ മകനായ രഹബയാമിന്റെ വിഷയമാണെന്ന് വായിച്ചത്. ദാസനായ യൊരോബയാമുണ്ട്, അത് പ്രസംഗിച്ചിട്ടുണ്ട്. അത് വന്നതുകൊണ്ട് ഒരു ചിന്ത കൊണ്ട് വായിച്ച് നിർത്താം. നമുക്കൊരു പോസ്റ്റ് ചെയ്യാനായിട്ട് വരാത്തക്കമാണ്. ഈ ദൈവഹിതം എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തികൾ ഒരിക്കൽ ഒരു വഴിമധ്യം പറ്റുപോകാൻ ദൈവത്തിനായി സമയം വായിച്ചേ. ഒന്ന് ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 29-26 വാക്യം നമുക്ക് വായിച്ചു നിർത്താം. ഒരു ആത്മാവിൽ ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വാക്ക് വായിച്ചത്. ഇങ്ങനെ യിശ്ശായിയുടെ മകനായ ദാവീദ് എല്ലാ ഇസ്രായേലിന്റെ രാജാവായി വാണിരുന്നു. അവൻ ഇസ്രായേലിന്റെ വാണകാലം 40 സംവത്സരമായിരുന്നു. അടുത്ത വാക്യം. അവൻ 7 സംവത്സരം ഹെബ്രോനിലും 33 സംവത്സരം യെരൂശലേമിലും വാണു. അടുത്ത വാക്യം. അവൻ വയസ്സെന്നവനും ആയുസ്സും ധനവും മാനവും തികഞ്ഞവനുമായി മരിച്ചു. അടുത്ത ആയുസ്സും ധനവും. 4 നന്മയില്ലേ? ആയുസ് കിട്ടി, ധനം കിട്ടി, മാനം കിട്ടി, നന്നായിട്ട് വയസ്സായി. അപ്പൊ ഇത്രയും 4 കാര്യം ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് കിട്ടുന്നത്. അപ്പൊ അതിനർത്ഥം പെട്ടെന്നൊന്നും ചാകാൻ സാധ്യത ഉണ്ടോ? ഒന്നും എന്റെ മുഖത്തൊക്കെ ചിരിച്ച് സ്വന്തം മുഖത്തൊക്കെ ചിരിക്കേ. ഫാസ്റ്റ് മുഖത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ചെയ്ത പറഞ്ഞേ, ഈ കാലത്തൊന്നും ഞാൻ ചാകാൻ സാധ്യതയില്ല. നന്നായി വായിച്ചു ചെന്ന് ആയുസ്സും ധനവും മാനവും സകല നന്മകളും പ്രാപിച്ച് തലമുറ വിശേഷപ്പെട്ട അവകാശം അനുഭവിച്ച് കണ്ടു മാത്രമേ അവൻ മരിക്കുന്നുള്ളൂ. ഹിതമനുസരിച്ച് അവൻ യാത്ര ചെയ്തുകൊണ്ട്, അനുസരിച്ച് അവൻ പ്രവചിക്കുന്നുകൊണ്ട്, അനുസരിച്ച് അവൻ നീങ്ങുന്നുകൊണ്ട് അവൻ ദൈവത്തിന്റെ ഹിതമാണ്. സകല അവകാശം ആദ്യം പ്രാപിച്ചു നിൽക്കുന്നവർക്ക് സകല അവകാശം ദൈവാത്മാവിലേക്ക് മാറിയിരിക്കും. യോഹന്നാൻ സുവിശേഷം 17-ാം വായിക്കണ്ട, എടുക്കണ്ട, ഞാൻ പറഞ്ഞു പോവുകയാണ്. കർത്താവേ, നീ എനിക്ക് വേണ്ടി ചെയ്തല്ല, ഞാൻ അവർക്ക് വേണ്ടി നീ ചെയ്തു. വെളിപ്പാട് പുസ്തകം 1-ാമത്തെ വാക്യത്തിൽ വായിച്ചപ്പോൾ ഭാരത്ത് പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്ക് നടുവിൽ നിലവിളിച്ചവനായി ഭാരത്ത് പൊൻകച്ച കെട്ടി നിൽക്കുന്ന മനുഷ്യപുത്ര സദൃശനായവനെയും ഞാൻ കണ്ടു. അവന് തലയിൽ തലമുടി വെളുത്ത മഞ്ഞു പോലെ വെണ്മ, അവനെ കണ്ട അഗ്നി ചോല പോലെ, അവനെ നാവിൽ പരിമളിച്ചൽ പോലെ, അവനെ കണ്ടപോലെ മരിച്ചത് പോലെയായി. ഈ യേശുക്രിസ്തുവിനെ വിളിച്ചറിയുന്ന യാഥാർത്ഥ്യം പറഞ്ഞാൽ പിതാവിന്റെ ഹിതം പുത്രൻ യേശുക്രിസ്തു നിറവേറ്റിയപ്പോൾ പുത്രൻ യേശുക്രിസ്തുവിനെ നിമിത്തം അവനെ കൊല്ലാൻ നോക്കി രക്ഷിച്ചു പോയി. പക്ഷെ ദൈവത്തിന്റെ ഹിതം യേശു നിറവേറി. ഇന്ന് യേശുവിനെ കണ്ടപ്പോൾ കണ്ടവരെല്ലാം മരിച്ചവരെ പോലെയായെന്നാണ്. കണ്ടോ? ദൈവഹിതം യേശു നിറവേറിയപ്പോൾ യേശുവിനെ കണ്ടവരെല്ലാം മരിച്ചവനെ പോലെ. എന്താ കാര്യം?
പിതാവിന്റെ ഹിതം നിറവേറ്റ പുത്രനെ കർത്താവിന് മാഹാത്മ്യവും മഹത്വവും വിശേഷത കണ്ടപ്പോൾ അതിനെ അനുഭവിക്കുവാൻ നോക്കാൻ പോലെ കപ്പാസിറ്റി ഇല്ല. ഒന്ന് കുറിച്ചിട്ടോ ഈ സമയം തലമുറ പ്രാപിക്കുക, എന്റെ കുടുംബ അവകാശം പ്രാപിക്കുക, സർവ്വനേട്ടമയ്യുമ്പോൾ അവൻ ഇന്ന് രക്ഷിപ്പിന്റെ കാറിന് തുപ്പിക്കവര് കലാമി അപരാധം പറഞ്ഞവര് വേദനിപ്പിച്ച് വേദനിപ്പിച്ചവര് അവരെ കണ്ടു രക്ഷിക്കപ്പെട്ടവരാണ്. അത് ലോകത്തോടെ മറുപടിയെ സ്വർഗം നൽകുമെങ്കിൽ അത് ദൈവഹിതമെന്ന ബോധത്തോടെ ദൈവം ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ അല്പ ഭാഷയിൽ കരവരിച്ചു വന്നിങ്ങനെ ഇന്നോ സംഭവിച്ച കാര്യമാണ്. കരവരിച്ച് 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 അവ ദൂരിപ്പിക്കില്ല, ബന്ധിപ്പിക്കില്ല, കരയിപ്പിക്കില്ല, ദൈവം നടക്കിപ്പിക്കുന്ന ആളുകൾ കലമുടിയുവാൻ സമ്മതിപ്പിക്കയില്ല. Yes, 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 yes. പാത്രമേ